So, hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്നുള്ളതും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ രണ്ട് അപ്രോച്ച്, ഒന്ന് പ്ലാങ്കിൻ്റെ അപ്രോച്ച്, ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ വഴിയുള്ള പ്ലാങ്കിൻ്റെ അപ്രോച്ച്. രണ്ടാമത്തത് നമ്മളെ ബോസിൻ്റെ അപ്രോച്ച്, ബോസ് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ക്യാവിറ്റിയിലെ ബോസ് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള അതിൻ്റെ അപ്രോച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ രണ്ട് അപ്രോച്ച് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടോട്ടൽ എനർജിയും ബാക്കി ആവറേജ് എനർജിയും ഒക്കെ എന്താണ് സെയിം റിസൾട്ട്സ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. പ്ലാങ്ക്സിൻ്റെ റേഡിയേഷൻ ഫോർമുലയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ പിന്നീട് നമ്മൾ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുലയും വീൻസിൻ്റെ ഫോർമുലയും റേഡിയൻ്റെ ഫോർമുലയും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തെർമോഡൈനാമിക്സ് ആണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൻ്റെ മുന്നേ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസുകൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ഒമേഗയുടെയും ഒമേഗ പ്ലസ് ഡി ഒമേഗയുടെയും ഇടയിലുള്ള നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇതേവരെയൊക്കെ ഡിറൈവ് ചെയ്തത് അല്ലേ. അതായത് ടോട്ടൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ കോൺസ്റ്റന്റ് അല്ല, അപ്പോൾ നമ്മൾ അത് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒമേഗയുടെയും ഒമേഗ പ്ലസ് ഡി ഒമേഗയുടെയും ഇടയിൽ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് പ്ലോട്ട് ചെയ്തത്. ഓക്കെ, പക്ഷേ ആക്ച്വലി ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ എനർജി പറയുമ്പോൾ 0 മുതൽ ആദ്യം പറയുന്നു ഒമേഗയുടെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലെ. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഇൻ ദ ക്യാവിറ്റിയിലുള്ള ടോട്ടൽ എനർജി ഡെൻസിറ്റി കൺസിഡർ ചെയ്യണമെങ്കിൽ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഇൻ ദി ക്യാവിറ്റി, ടോട്ടൽ എനർജി ഡെൻസിറ്റി ഇൻ ദി ക്യാവിറ്റി, ആ ക്യാവിറ്റിയിലുള്ള ടോട്ടൽ എനർജി ഡെൻസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള റിസൾട്ട്, അതായത് യു ഓഫ് എക്സിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ. യു ഓഫ് എക്സ് പറയുമ്പോൾ ഈക്വേഷൻ അല്ലേ, യു ഓഫ് എക്സ് പറയുമ്പോൾ ഈക്വേഷൻ കെ റേസ് ടു 4 ടി റേസ് ടു 4 ഡിവൈഡ് ബൈ പൈ സ്ക്വയർ എച്ച് ക്രോസ് ക്യൂബ് സി ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ റേസ് ടു എക്സ് മൈനസ് 1 ഡി എക്സ്. ഇതാണ് എന്താണ് യു ഓഫ് എക്സിൻ്റെ ഡിക്വേഷൻ വേണ്ടത്. ഇതിനെന്ത് ചെയ്യണം? നമ്മൾ 0 ടു ഇൻഫിനിറ്റി വരെയുള്ളതായിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. ഓക്കെ, 0 മുതൽ ഇൻഫിനിറ്റി വരെയായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ആക്ച്വലി നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒമേഗയുടെ വാല്യൂ നമ്മൾ ഒമേഗ പ്ലസ് ഡി ഒമേഗ വരെ ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യാം? നമ്മൾ കംപ്ലീറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെ കംപ്ലീറ്റ് സ്പെക്ട്രത്തിനകത്തുള്ള ടോട്ടൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് ദാറ്റ് ബി യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ എനർജി ഡെൻസിറ്റി ആണ്. സോ ദാറ്റ് വിൽ ബി യു ബൈ വി ആയിരിക്കും. യു ബൈ വി വിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കെ റേസ് ടു 4 ടി റേസ് ടു 4 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എച്ച് ക്രോസ് ക്യൂബ് സി ക്യൂബ്. ഓക്കെ, അതായത് ഈക്വേഷൻ, ഈ ഇക്വേഷൻ പിന്നെ ഇതിനെന്ത് ചെയ്യുക? 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡി എക്സ്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എച്ച് ക്രോസ് ഒമേഗ ബൈ കിട്ടി. എച്ച് ക്രോസ് ഒമേഗ ബൈ കേട്ടിക്കാണ് നമ്മൾ എന്ത് കൊടുത്തിരുന്നത്? നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഇവിടെ യു ബൈ വി വരാൻ കാരണം ടോട്ടൽ എനർജി ഡെൻസിറ്റി ആണ്, അതുകൊണ്ടാണ് യു ബൈ വി എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്തത് നമ്മൾ കൊടുത്തത്. ഓക്കെ, നൗ ദിസ് ഇൻ്റഗ്രൽ, ആ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡി എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു കോൺസ്റ്റന്റ് ഇൻ്റഗ്രലാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പൈ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 15 ആണ് വരിക. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ കെ റേസ് ടു 4 ടി റേസ് ടു 4 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ സി ക്യൂബ് ഇൻറ്റു പൈ റേസ് ടു 4 ബൈ 15. ഓക്കെ, പൈ സ്ക്വയർ പൈ റേസ് ടു 4 ക്യാൻസൽ ചെയ്ത് പോയി. ഇതിലാകെ കോൺസ്റ്റന്റ് ഇല്ലാത്ത ടൈം ഈ ടെമ്പറേച്ചർ മാത്രമുള്ളൂ, അതിന് മാത്രമുള്ള നിർത്താം. സോ പൈ സ്ക്വയർ കെ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 15 അപ്പുറത്ത് വന്നു. സോ 15 എച്ച് ക്രോസ് സ്ക്വയർ സി ക്യൂബ് ഇൻറ്റു ടി റേസ് ടു 4. ദിസ് ഈസ് യു ബൈ വി. ഇതാണ് നമുക്ക് കിട്ടുന്നത് ടോട്ടൽ എനർജി ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി യു ബൈ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ 4th പവറിന്റെ പ്രൊപ്പോർഷൻ ആണ് എന്ത്? നമ്മളെ എനർജി ഡെൻസിറ്റി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടതാണ്, അത് ബ്ലാക്ക് ബോർഡിന്റെ കൂടെ പറഞ്ഞതായിരുന്നു. ഓക്കെ, നോ നമുക്ക് അതിന്റെ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യാം. തെർമോഡൈനാമിക്സ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. തെർമോഡൈനാമിക്സ് ഓഫ് black body radiation. Okay, thermodynamics of black body radiation.
ഓക്കെ. സോ തെർമോഡൈനാമിക്സ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ബോസ് ഗ്യാസിന്റെ, അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയുന്നത് ബോസ് ഗ്യാസിന്റെ എക്സാമ്പിൾ ആണ്. സോ ബോസ് ഗ്യാസിന്റെ എന്താ പറയാ, നമ്മൾ മുന്നേ സോൾവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബോസ് ഗ്യാസിന്റെ തെർമോഡൈനാമിക്സ് കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യൂ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ക്യൂ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഈസിലി നമുക്ക് കിട്ടും നമുക്ക്. സോ ക്യൂ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് സീറ്റ ആണ്. ലോഗ് ഓഫ് സീറ്റ സെഡ് വി ടി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി ബൈ കെ ടി ആണ്. നൗ ഐഡിയൽ ബോസ് സിസ്റ്റത്തിനുള്ള ക്യൂ പൊട്ടൻഷ്യൽ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ആയിട്ട് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ വരുന്നതായിരുന്നു 1/a സമ്മേഷൻ ലോഗ് 1 മൈനസ് എ സെഡ് ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ റേസ് ടു ഇ ബൈ കെ ടിയുടെ വാല്യൂ ആയി. അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ് -1 കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ബോസ് കിട്ടിയത്. സോ ക്യൂ പൊട്ടൻഷ്യലിന്റെ വാല്യൂ വരുന്നത് ആക്ച്വലി മൈനസ് ഓഫ് സമ്മേഷൻ ഓവർ ഇ ലോഗ് 1 മൈനസ് എക്സ്പോണൻഷ്യൽ z എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. ഓക്കെ. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ക്യൂ പൊട്ടൻഷ്യൽ. ഇതൊക്കെ ഈ ഇക്വേഷനൊക്കെ നമ്മൾ മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷനാണ്. നമ്മൾ ആ തേർഡ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഒക്യുപ്പേഷൻ നമ്പർ പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സിസ്റ്റത്തിലുള്ള ക്യൂ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇക്വേഷൻ മുന്നുള്ള ഇക്വേഷനാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോൺ ഗ്യാസ് ഫോട്ടോന്റെ കേസിൽ ഫുഗാസിറ്റി z എന്തായിരിക്കും, 1 ആയിരിക്കും. ഫുഗാസിറ്റി z 1 ആയിരിക്കും. സോ therefore നമുക്ക് എന്ത് എഴുതാം, ലോഗ് സീറ്റ ഇറ്റ് ഈസ് zvt ലോഗ് സീറ്റ zvt is equal to pv by kt is equal to z1 കൊടുക്കാം. It will be minus of summation over energy log 1 minus fugacity 1 ആയിട്ട് പോയി. So minus exponential minus e by kt. Okay, exponential minus e by kt. Okay. Now so summation over energy ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ എനർജി ലെവൽസ് വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, we can change the summation into integration. സമ്മേഷൻ എന്ത് മാറ്റാൻ പറ്റും, നമുക്ക് ഇന്റഗ്രേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സെയിം സ്റ്റെപ്പുകൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സമ്മേഷൻ ഇന്റഗ്രലാക്കി മാറ്റുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ എനർജി ലെവൽസ് അടുത്തടുത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമ്മേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്റഗ്രലാക്കി മാറ്റാൻ പറ്റും. ഇന്റഗ്രൽ 0 to infinity ഈ ക്വാണ്ടിറ്റി, ഈ സെയിം ക്വാണ്ടിറ്റി ഇൻറ്റു സമ്മേഷൻ വരുന്ന കൊടുക്കുക, ഇന്റഗ്രൽ കൊടുക്കുക, അതിന്റെ കൂടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ജി ഓഫ് ഇ ഡി കൊടുക്കുക. ഓക്കെ. ജി ഓഫ് ഇ ഡിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ജി ഓഫ് ഇ ഡിയുടെ വാല്യൂക്ക് മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂസ് ആണ്, സെയിം വാല്യൂസ് തന്നെ കൊടുക്കുകയാണ്. സോ ഇറ്റ് ഈസ് 8π v ബൈ h ക്യൂബ് സി ക്യൂബ് ഇ സ്ക്വയർ ഡി. ഇതൊക്കെ മുന്നേ നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇതേ ഇക്വേഷൻ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോ എന്ത് ചെയ്യാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, സോ ലോഗ് സീറ്റ zvt will be is equal to pv by kt will be is equal to minus of summation of integral ആണ്. So integral 0 to infinity. So 8π v by h cube c cube. Okay. അത് ജി ഓഫ് ഇയുടെ പിന്നെ ലോഗിന്റെ ടേം വന്നു, ലോഗ് 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് ഇ ബൈ കെ ടി, പിന്നെ ഒരു ഇ സ്ക്വയർ ഉണ്ട്, ഇ സ്ക്വയർ ഡി ഇ. ഓക്കെ. സോ ഇതാണ് വരിക. നൗ ഇതില് ഈ 8π വിയുടെ ഈ ടേംസ് ഒക്കെ എന്താണ്, കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എനർജി ആണ് നമ്മൾ ചെയ്യുന്നത്. സോ പി വി ബൈ കെ ടി is equal to minus 8π v by h cube c cube into integral 0 to infinity. പിന്നെ എന്താ ഉള്ളത്, ഡി സ്ക്വയർ ഉണ്ട്, ഇ സ്ക്വയർ ലോഗ് 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് ഇ ബൈ കെ ടി ഡി ഇ വരും. ഓക്കെ. മൈനസ് ഇ ബൈ കെ ടി ഡി ഇ വരും. നമുക്ക് ഈ ഇന്റഗ്രൽ ചെയ്യാം. ഈ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ കിട്ടും, നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് ടേമും ഈ സാധനം ഫസ്റ്റ് ടേമും ഇത് നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കാം. ഓക്കെ. സോ എന്താ വരാം, ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അങ്ങനെയാണ് ചെയ്യുന്നത്. സോ എന്ത് വരും, വിൽ ബി ഈക്വൽ ടു ഈ മൈനസ് 8π v ബൈ എച്ച് ക്യൂബ് ഉണ്ട്, മൈനസ് 8π v ബൈ എച്ച് ക്യൂബ് സി ക്യൂബ് ഇൻറ്റു
first term into log 1 minus exponential minus c by kt into integral of second e square integrate ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും e cube by 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഏത് മുതൽ ഏത് വരെ 0 to infinity minus ഇപ്പോൾ ഈ h cube കോമൺ ആണ് മൈനസ് integral of derivative of first derivative ഇതിന്റെ derivative എടുക്കുമ്പോൾ log നെ എടുത്തു കഴിഞ്ഞാൽ 1 by 1 minus e raised to minus e by kt. Now minus e by kt എടുക്കുമ്പോൾ minus of exponential e by kt. Now with respect to e അല്ലേ ചെയ്യുന്നത്, so minus 1 by kt കോൺസ്റ്റന്റ് ആണ്, പിന്നെ എന്ത് വരും ഒരു de വരും. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, സോ ബാക്കി minus 1 by kt പിന്നെ de വന്നു അത്രേ വരുള്ളൂ. പിന്നെ പിന്നെ ഇന്റഗ്രൽ സെക്കൻഡ് ഉണ്ടല്ലോ അല്ലേ, ഇന്റഗ്രൽ സെക്കൻഡ് e ക്യൂബ് ബൈ 3 കൂടി വരും. e ക്യൂബ് ഒരു e ക്യൂബ് ബൈ 3 കൂടി വരും. ഓക്കെ, so which will be equal to minus 8 pi v divided by h cube c cube into, now first term നോക്കുക. ഫസ്റ്റ് ടേമിൽ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ the whole 0 ആയിട്ട് പോകും, കാരണം ഇവിടെ 0 ആണ്. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ e raised to minus infinity വരും. e raised to minus infinity 0 ആണ്, so e raised to 0 1 വരും. so e raised to minus infinity 0 വരും, so 0 വരും. so 1 minus 0 is 1, log 1 is 0, so completely എന്തായിട്ട് പോകും 0 ആയിട്ട് പോകും. ഓക്കെ, so first term completely 0 ആയിട്ട് പോകും. സെക്കൻഡ് ടേമിൽ എന്ത് ചെയ്യാം, സെക്കൻഡ് ടേമിൽ നമുക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാം. ഇവിടെ e raised to minus e by kt 1 minus e raised to minus e by kt ഉണ്ട്. സോ എങ്ങനെ ചെയ്താൽ നമുക്ക് ആദ്യം ഈ മൈനസും ഈ മൈനസും പ്ലസ് ആക്കാം. ആൻഡ് ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യാം, എക്സ്പോണൻഷ്യൽ മൈനസ് ഇ ബൈ കെ ടി ഡിവൈഡ് ചെയ്യാം. സോ എന്ത് വരും, which is equal to minus 1 divided by ഇവിടെ e raised to minus e by kt divided by e raised to minus e by kt. ഇവിടെ 1 by e raised to minus വരും, so 1 by e by kt minus 1 അല്ലേ. ഇവിടെ exponential by exponential അത് ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ exponential by 1 by exponential raised to minus, അത് മുകളിൽ പോകുമ്പോൾ exponential plus ആയി, മുകളിലത്തെ ടേമും പോയി. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ ഇവിടെ ഒരു 1 by kt കിടക്കുന്നുണ്ട്, ഒരു e cube by 3 ഉണ്ട് അല്ലേ. സോ ഒരു e cube by 3 ഉണ്ട്, ഇന്റഗ്രൽ 0 to infinity. ഒരു e cube by 3 ഉണ്ട്, പിന്നെ ഒരു 1 by kt ഉണ്ട് അല്ലേ, ഒരു de ഉണ്ട്, ഒരു de കിടക്കുന്നുണ്ട്. ഓക്കെ, so it will be equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ 1 by kt കോൺസ്റ്റന്റ് ആണ്, സോ അതിനെ നമുക്ക് പുറത്ത് എടുക്കാം. ഈ 3 കോൺസ്റ്റന്റ് ആണ്, അതിനെ നമുക്ക് പുറത്ത് എടുക്കാം. സോ ഈ മൈനസും കൂടി പ്ലസ് ആയിട്ട് പോകും, സോ ബാക്കി എന്ത് വരും 8 pi v by h cube c cube into 1 by ഈ 3 kt പുറത്ത് പോകുന്നു, ഒരു 3 kt പുറത്ത് പോകുന്നു, പിന്നെ ഇന്റഗ്രൽ 0 to infinity e cube divided by exponential e by kt minus 1 de വന്നു. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ put e by kt is equal to x കൊടുക്കാം, e by kt x കൊടുക്കാം. സോ e is equal to എന്ത് വരും, e is equal to kt x വരും, ആൻഡ് d is equal to എന്ത് വരും kt dx വരും. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ എന്ത് വരും, which will be equal to സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് 8 pi v by h cube c cube കിടക്കുന്നുണ്ട്, പിന്നെ ഇൻറ്റു ഒരു 1 by 3 kt കിടക്കുന്നുണ്ട്, ഒരു 1 by 3 kt കിടക്കുന്നുണ്ട്. പിന്നെന്ത് വരും, ഇന്റഗ്രൽ 0 to infinity e cube പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിന്റെ ക്യൂബ് വരും അല്ലേ. സോ kt x the whole cube divided by പിന്നെ എന്തുണ്ട് e raised to x minus 1, പിന്നെ de ക്ക് പകരം എന്ത് കൊടുത്തു kt dx കൊടുത്തു, സോ kt dx കൊടുത്തു. ഓക്കെ, kt dx കൊടുത്തു. So which will be equal to which will be equal to 8 pi v by
h cube c cube into 1 by, now we can cancel out this kt and this kt can cancel ചെയ്യാം. So 1 by 3 ഉണ്ട്, പിന്നെ kt whole cube, so it will be kt the whole cube into integral 0 to infinity x cube by e raised to x minus 1, x cube by e raised to x minus 1 വരും. Okay, so ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, കുഴപ്പമില്ല അല്ലേ. So dx, okay, now this is pv by kt, pv by kt നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So pv by kt ചെയ്തുകൊണ്ടിരിക്കുന്നത്, so this is pv by kt, this is pv by kt. now നമുക്ക് ഈ kt നെ അപ്പുറത്ത് എടുക്കാം. so എന്ത് കിട്ടും, pv is equal to 8 pi v by h cube c cube into kt raised to 4 divided by 3 into integral 0 to infinity x cube by e raised to x minus 1 dx, e raised to x minus 1 dx. okay, now ഈ ഇന്റഗ്രൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, pi raised to 4 by 15 ആണ് നമ്മൾ പറഞ്ഞു. okay, pi raised to 4 by 15 ആണ്, so it will be equal to 8 pi v by h cube c cube into kt raised to 4 by 3 into pi raised to 4 by pi raised to 4 by 15 കിട്ടി. okay, pi raised to 4 by 15 കിട്ടി. okay, pi raised to 4 by 15 കിട്ടി. now നമുക്ക് ഈ ടേംസിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. സോ നമുക്ക് കിട്ടിയത് ഇപ്പോൾ പി വി ഇസ് ഈക്വൽ ടു ഈ എച്ച് ക്യൂബ് ഉണ്ടല്ലോ, ഈ എച്ച് നമ്മൾക്കറിയാം എച്ച് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ബൈ 2π ആണ്. ഓക്കെ, സോ എച്ചിന് നമുക്ക് എഴുതാം, എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു അല്ല 2π ഇൻറ്റു എച്ച് ക്രോസ് ആണ്. ഓക്കെ, സോ എച്ച് ക്യൂബിന് നമുക്ക് എഴുതാൻ പറ്റും, എച്ച് ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ 2π എച്ച് ക്രോസ് ദ ഹോൾ ക്യൂബ് ആണ്. സോ ഇറ്റ് ഈസ് 8π ക്യൂബ് ഇൻറ്റു എച്ച് ക്രോസ് ക്യൂബ് ആണ്. ഓക്കെ, സോ ഈ എച്ച് ക്യൂബിന് പകരം നമുക്ക് എച്ച് ക്രോസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, ഇറ്റ് വിൽ ബി 8π v ഡിവൈഡഡ് ബൈ എച്ച് ക്യൂബിന് പകരം നമ്മളത് കൊടുത്തു 8π ക്യൂബ് എച്ച് ക്രോസ് ക്യൂബ്, പിന്നെ ഓൾറെഡി അവിടെ ഒരു സി ക്യൂബ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു kt റേസ് ടു 4 വന്നു ഡിവൈഡഡ് ബൈ 3 വന്നു, പിന്നെ ഒരു പൈ റേസ് ടു 4 വന്നു, ഇവിടെ 15 വന്നു. ഓക്കെ, ആവശ്യം ക്യാൻസൽ ചെയ്യാം. സോ 8 ക്യാൻസൽ ചെയ്ത് പോയി. പൈ ക്യൂബും ഇതിലത്തെ 3 പൈയും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, വേറെ ഒന്നും പോയില്ലല്ലോ, വേറെ ഒന്നും പോയില്ല. സോ ബാക്കി എന്താണത്, ഇവിടെ പൈയും പൈ സ്ക്വയർ ആയി. സോ ഇറ്റ് വിൽ ബി പൈ സ്ക്വയർ v, പിന്നെ ഈ kt റേസ് ടു 4 നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് k റേസ് ടു 4 ഡിവൈഡഡ് ബൈ k റേസ് ടു 4 ആക്കി. പിന്നെ ഇവിടെ എച്ച് ക്രോസ് ക്യൂബ് ഉണ്ട്, ഇവിടെ സി ക്യൂബ് ഉണ്ട്, എച്ച് ക്രോസ് ക്യൂബ് ഉണ്ട്, സി ക്യൂബ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുള്ളത്, ഈ 15 ഉണ്ടല്ലേ, ഈ 15 കൊടുത്തു. ഓക്കെ, 15 കൊടുത്തു. പിന്നെ ആരാ ബാക്കിയുള്ളത്, പിന്നെ നമുക്കൊരു ടി റേസ് ടു 4/3 ബാക്കിയുണ്ട്. വിച്ച് ഈസ് നമുക്ക് എന്ത് ബാക്കിയുണ്ട്, ഒരു ടി റേസ് ടു 4/3 ബാക്കി. നമുക്ക് ആക്ച്വലി ടി റേസ് ടു 4 എന്ന് വിളിച്ചെഴുതാം, ടി റേസ് ടു 4 നമുക്ക് വിളിച്ചെഴുതാം. ഓക്കെ, നൗ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഇൻറ്റു 1/3 ഇട്ടാം. ഓക്കെ, ഇൻറ്റു 1/3. നൗ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം, ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ ബ്രാക്കറ്റിനകത്തുള്ള ടേമിനെ ഓക്കെ, ഇതാ പൈ സ്ക്വയർ k റേസ് ടു 4 t റേസ് ടു 4 ഡിവൈഡഡ് ബൈ 15 h ക്രോസ് സ്ക്വയർ c ക്യൂബ്. ഓക്കെ, നമ്മൾ u/v എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ഓക്കെ, സോ സെയിം സാധനം ഇവിടെ കിട്ടുന്നത്, അതായത് പൈ സ്ക്വയർ k റേസ് ടു 4 ഇവിടെ 15 h ക്രോസ് ക്യൂബ് c ക്യൂബ് t റേസ് ടു 4 കംപ്ലീറ്റ് ഉണ്ട്. ഇവിടെ എന്തില്ലാന്നുള്ളൂ, ഒരു v ഇല്ലാന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് സെയിം ആസ്
ഇവിടെ ഒരു വി വരും. പിന്നെ ബാക്കി ടേംസ് പറഞ്ഞാൽ യു ബൈ വി ആണ്. പുറത്ത് എന്തുണ്ട്? ഒരു 1/3 ഉണ്ട്. പുറത്തൊരു 1/3 ഉണ്ട്. സോ വി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടും u/3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? u/3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, പി വി ഈസ് നമുക്ക് എന്ത് കിട്ടി? u/3. അതായത് പ്രഷർ ഓഫ് ദ റേഡിയേഷൻ, ആ റേഡിയേഷന്റെ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/3 ഓഫ് ഇന്റേണൽ എനർജി. 1/3 ഓഫ് ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ആവറേജ് എനർജിയുടെ 1/3 ആയിരിക്കും പി വി. വി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1/3 ഓഫ് യുവിന്റെ 1/3 ആയിരിക്കും എന്ത്? ടോട്ടൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇക്വേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി പ്രഷർ ഓഫ് ദി റേഡിയേഷൻ ഓഫ് ദി ഫോട്ടോൺ റേഡിയേഷൻ ഇൻസൈഡ് ദ ക്യാവിറ്റി, ക്യാവിറ്റിയുടെ അകത്തുള്ള റേഡിയേഷന്റെ പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വിൽ ബി u/3 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ക്വാണ്ടിറ്റീസ് നമുക്ക് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഹെൽമോൾസ് ഫ്രീ എനർജി കണ്ടുപിടിക്കാം. ഹെൽമോൾസ് ഫ്രീ എനർജി A is equal to എന്താണ്? G minus PV ആണ്. ഓക്കെ, ഗിബ്സ് ഫ്രീ എനർജി മൈനസ് PV ആണ്. ഗിബ്സ് ഫ്രീ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് mu n. മുന്നേ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. G എന്ന് പറഞ്ഞാൽ mu n ആണ്. പക്ഷേ ഫോട്ടോൺ ഗ്യാസിന് അല്ലെങ്കിൽ ബോക്സ് ഗ്യാസിന് എന്താണ്? mu is equal to 0 ആണ്. സോ mu is equal to 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിട്ട് പോകും. സോ therefore A is equal to minus PV കിട്ടും. ഓക്കെ, PV നമുക്ക് കിട്ടി u/3 ആണ്. സോ A is equal to എന്ത് വരും? മൈനസ് u/3 കിട്ടും. ഓക്കെ, സോ ഹെൽമോൾസ് ഫ്രീ എനർജി ഈസ് A is equal to minus u/3 കിട്ടും. ഓക്കെ, സിമിലർലി എൻട്രോപ്പി കണ്ടുപിടിക്കാം. S is equal to u minus A by T അല്ലെ. u minus A equal to TS ആണ്. T പുറത്തേക്ക് കൊടുത്തു u minus A by T വരും. സോ ഇറ്റ് വിൽ ബി equal to u minus A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? u/3 ആണ്. സോ u/3 divided by 3 വരും. സോ 3u plus u/3t, that is 4/3 into u/t കിട്ടും. 4/3 into u/t, that is entropy S. Entropy S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 4/3 of u/t. 4/3 of u/t. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന എൻട്രോപ്പി. ഓക്കെ, നമുക്ക് കിട്ടുന്ന എൻട്രോപ്പി. ഈ എൻട്രോപ്പിയുടെ ഇക്വേഷനിൽ നിന്ന് ആക്ച്വലി നമുക്കൊരു വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടും കൂടി നമുക്ക് കിട്ടും. ആക്ച്വലി അതായത് നമുക്ക് ഈ റിസൾട്ടിനെ വേറെ രീതിയിലൂടെ എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാ വെച്ചാൽ S is equal to അല്ലെങ്കിൽ S is directly proportional to VT cube എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ മുന്നേ നേരത്തെ റിസൾട്ട് നമ്മൾ എടുത്തത് u/v is equal to എവിടെയാണ് നമ്മൾ റിസൾട്ട് റിസൾട്ട് u/v is equal to pi square k ratio 4 divided by 15 h cross square c cube ആണ്. സോ ഇതില് വിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ u will be directly proportional to vt ratio 4 ആയിരിക്കും അല്ലെ. കാരണം ഈ ടേംസ് മൊത്തം കോൺസ്റ്റന്റ് ആണ്. ഈ വിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ u will be directly proportional to vt ratio 4 ആണ് അല്ലെ. സോ u/v is equal to u is directly proportional to vt ratio 4 ആണ്. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ s will be directly proportional to u ക്ക് പകരം നമ്മൾ കൊടുത്തു vt ratio 4 കൊടുത്തു divided by t കൊടുത്തു. സോ t ക്യാൻസൽ പോയി കഴിഞ്ഞാൽ കിട്ടും it will be directly proportional to vt cube. Okay, so s is directly proportional to vt cube. Okay, ഈ റിസൾട്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ എൻട്രോപ്പി is directly proportional to s directly proportional to v into t cube. t cube ന് directly proportional ആണ് എന്ത്? നമ്മളെ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സാധനം കണ്ടുപിടിക്കാനുള്ളത് CV ആണ്. CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dou/t അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് എന്ത്? നമ്മളെ എന്താ പറയാ, നമ്മളെ CV സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u is equal to TS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും T into dou/s/dou/t അറ്റ് കോൺസ്റ്റന്റ് വോളിയം വരും. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ വിച്ച് വിൽ ബി equal to T into S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കൊടുക്കാം നമുക്ക്. സോ എസ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് വി പുറത്തേക്ക് വരും. ബാക്കി ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3t² കിട്ടും. ഓക്കെ, 3t² കിട്ടും.
Now again ഇതിനെ rearrange ചെയ്ത് കഴിഞ്ഞാൽ 3 into VT cube വരും. Now VT cube is S, so 3S വരും. Okay, so therefore specific heat CV is equal to നമുക്ക് കിട്ടി 3S കിട്ടി. Specific heat CV is equal to നമുക്ക് കിട്ടി 3S കിട്ടി. Okay, so ഇതൊക്കെയാണ് അതിൻ്റെ തെർമോഡൈനാമിക്സിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പോയിന്റ് പറയാനുള്ളത് എന്തായിരുന്നു, പിന്നെ ഗാമയുടെ വാല്യൂ ആണ് ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. ഗാമയുടെ വാല്യൂ അതായത് ഇപ്പോൾ നമ്മുടെ റേഡിയേഷൻ അണ്ടർഗോ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ്, റിവേഴ്സിബിൾ അഡയബാറ്റിക് ചേഞ്ച് നടത്തുകയാണെങ്കിൽ എൻട്രോപ്പി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. എൻട്രോപ്പി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് വി ഇൻറ്റു ടി ക്യൂബ് എന്താണ് കോൺസ്റ്റന്റ് വരും. സോ വി ടി ക്യൂബ് എന്ത് വരും, കോൺസ്റ്റന്റ് വരും. ഓക്കെ, ഫോർ എന്താണ്, ഫോർ റിവേഴ്സിബിൾ അഡയബാറ്റിക് ചേഞ്ച്. നമ്മൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞുള്ളൂ. ഫോർ റിവേഴ്സിബിൾ adiabatic change. Okay, reversible adiabatic change. Okay, so VT raised to T cube എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക. ഓക്കെ, ഓൾറെഡി നമുക്ക് അറിയാവുന്ന റിലേഷൻ, പ്രഷറിന്റെ ഒരു റിലേഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പി വിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തില്ലേ. ഈ പി വിയുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ പി വി ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടിയത്, പി വിയുടെ ലാസ്റ്റ് ഇക്വേഷനിൽ പി വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി റേസ് ടു 4 ആണ്. പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ടി റേസ് ടു 4 ആണ്. സോ വി ക്യാൻ റൈറ്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി റേസ് ടു 4 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ടി റേസ് ടു 4 ആയിട്ട് എഴുതാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ എഴുതാം, സോ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി റേസ് ടു 4. സോ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു 1/4 ആയിട്ട് വരും. ഓക്കെ, T is directly proportional to P raised to 1/4 ആയിട്ട് വരും. സോ ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും V into T ക്ക് പകരം കൊടുക്കാം ഈ സാധനം കൊടുക്കാം. സോ P raised to 1/4 ഹോൾ ക്യൂബ് വിൽ ബി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർ V into P raised to 3/4 വിൽ ബി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. വിൽ ബി കോൺസ്റ്റന്റ് ആയിരിക്കും. മൊത്തം ഒരു ഹോൾ 4/3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം PV raised to 4/3 is equal to a constant. Okay, so ഒരു റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ആയിട്ടാണ് ചേഞ്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോട്ടോൺ ഗ്യാസിന്റെ അഡയബാറ്റിക് ഇക്വേഷൻ PV raised to 4/3 എന്ന് കിട്ടുക, കോൺസ്റ്റന്റ് കിട്ടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ PV raised to നമുക്ക് സാധാരണ നമ്മൾ അഡയബാറ്റിക് പ്രോസസ് എടുക്കുമ്പോൾ നമ്മൾ പറയാറ് PV raised to ഗാമ is equal to കോൺസ്റ്റന്റ് പറയാറ്. ഗാമയുടെ വാല്യൂ എന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടും. പക്ഷേ ഈ ഫോട്ടോൺ ഗ്യാസിന്റെ കേസിൽ മാത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗാമയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ ഗാമയുടെ വാല്യൂ 4/3 ആണ് നമ്മൾ എടുക്കുക അല്ലെ, ഗാമ is equal to 4/3 ആണ് നമ്മൾ എടുക്കുക. പക്ഷെ ആക്ച്വലി ഗാമയുടെ വാല്യൂ 4/3 അല്ല. ഓക്കെ, ഗാമയുടെ വാല്യൂ 4/3 അല്ല, ഗാമയുടെ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റ് വാല്യൂ ആണ്. ഇൻഫിനിറ്റി ആണ് വരിക ഗാമയുടെ വാല്യൂ വരിക. ഓക്കെ, ഈ ഫോട്ടോൺ ഗ്യാസിന്റെ മാത്രം കേസിൽ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. നമുക്ക് ആക്ച്വലി PV raised to ഗാമ എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ് പറഞ്ഞ ഫോർമാറ്റിൽ നമുക്ക് കിട്ടുമെങ്കിൽ കൂടി ഈ വാല്യൂ എന്തല്ല, ഗാമയുടെ വാല്യൂ ഇല്ല. ഓക്കെ, ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് തെർമോഡൈനാമിക്സിൽ വരുന്നത്. സോ അതിന്റെ എൻട്രോപ്പി, ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി, പ്രഷറിന്റെ വാല്യൂ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു. ക്യൂ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ വരുന്നത്. സോ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഗ്രാഫിന്റെ സെക്ഷനും പിന്നെ വരുന്നത് തെർമോഡൈനാമിക്സിന്റെ സെക്ഷൻ. തെർമോഡൈനാമിക്സ് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ക്യൂ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് ഫോൺ ഗ്യാസിന്റെ കേസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.